Hello guys, welcome back to my channel King Rock. So guys, ഇന്ന് ഞാൻ പറയാൻ വന്നത് ഒരു കിഡിലൻ റാങ്ക് മാച്ച് ആയിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ലൈക്ക് ചെയ്ത് സബ് ചെയ്ത് കൂടെ കുടികളെയൊക്കെ. അപ്പോൾ ഫസ്റ്റ് റൗണ്ട് വന്നിട്ട് നമ്മുടെ ടീം ഒരു കട്ട നൂകളാണ്. ഫസ്റ്റ് റൗണ്ട് വന്നിട്ട് നമ്മളെ ബർമൂഡ മാപ്പിൽ ആണ്. അപ്പോൾ ഇവിടെ ആദ്യമായിട്ട് നമുക്കൊരു USB കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ USB വെച്ച് കയറിച്ചിട്ടുണ്ട്. ഓക്കെ, WSP ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇവിടുന്ന് ടീമിൽ നോക്കേണ്ട ഒരുത്തനായില്ല, അങ്ങനെ ഓടുന്നുണ്ട്. ഓക്കെ, ഓന അടിക്കാനൊക്കെ കിട്ടിയില്ല, അവനങ്ങ് കയറിപ്പോയി. അപ്പോൾ ഞാനെന്നുള്ള ഗ്ലൂ ആണെങ്കിൽ നൈസായി കയറി എടുക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ ഗ്ലൂ ഇട്ട് ഇപ്പോഴത്തെ എനിമിണ്ട്. ഓക്കെ, പിന്നെ അവിടെ ഫയറിൻ്റെ ശബ്ദം കിട്ടി ടീമേറ്റ് നോക്കായപ്പോൾ ഞാൻ കയറി എടുക്കാൻ അവിടെ കയറിയപ്പോൾ ഒരുത്തണ്ട് റിവൈവ് ആക്കില്ല, നമ്മളെ മുന്നുണ്ട്. ഈ സോന നോക്കിയിട്ടപ്പോൾ ഇവിടെ ഒരുത്തിൻ്റെ ബേബി ഷൂ കൊടുക്കാൻ ഇട്ട് വരുന്നത്. ഈ സോള നല്ല ഡാമേജ് കൊടുത്ത് ഗ്ലൂ ഇട്ട് കവർ ചെയ്ത് വേക്കോട്ട് മാറി. ഓക്കെ, കില്ല് ഫിനിഷ് ആയപ്പോൾ ഞാൻ എല്ലാം എവിടെ നോക്കിയപ്പോൾ ഓളില്ല. അപ്പുറത്തൂടി കയറി നോക്കി, അപ്പുറത്തൂടി കയറിയപ്പോൾ അതാ ഇവിടെ എത്തിക്കുന്നു. ഓക്കെ, സോ ഇവിടെ വന്നപ്പോൾ സോണി പറഞ്ഞതിനും ഓണാക്കി വന്ന് കൊടുത്ത് ഡിമിത്രി ഇട്ടു. ഓക്കെ, അപ്പോൾ ഈ ഫസ്റ്റ് റൗണ്ട് നമ്മളങ്ങ് തൂക്കിയിട്ടുണ്ട്. ഫസ്റ്റ് റൗണ്ട് നമുക്ക് MVP ഒക്കെ ആയിട്ടുണ്ട്. സെക്കൻഡ് റൗണ്ടാണ്. ഓക്കെ, അപ്പോൾ സെക്കൻഡ് റൗണ്ട് വന്നിട്ട് ആ കടലിൻ്റെ തീരത്തുള്ള സ്ഥലമില്ലേ അവിടെ തന്നെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾക്ക് എൻട്രി എടുത്തിട്ടുണ്ട്. ഇവിടെ എൻട്രി എടുത്ത് ഷോട്ട് കയറി അടിക്കാൻ നമ്മൾ ട്രാക്കറാണ് ഇപ്പോൾ അപ്ഡേറ്റ് വന്നുകൊണ്ട് പുതിയ ട്രാക്കർ അങ്ങനത്തെ പുതിയ സാധനങ്ങളൊക്കെ നമ്മൾ ട്രാക്കറാണ് അതിൽ ചൂസ് ചെയ്തത്. അപ്പോൾ ആ ട്രാക്കർ വെച്ചിട്ടാണ് നമ്മൾ അടുത്ത പണി. ആ വെച്ചിട്ട് നമ്മൾ എനിമിനെ കാണുന്നത് കയറി അടിക്കുന്നത്, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളിവിടെ ട്രാക്കർ ഇവിടെ ഓണായിട്ടുണ്ട്, കണ്ണ് നോക്കിയാൽ കാണാം. ഓക്കെ, ഇവിടെ ട്രാക്കർ ഓണാക്കി എനിമിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ കുത്തിരുന്ന് അടി കിട്ടാണ്ട് കാണ്ടി ആ വെസ്റ്റ് എടുത്ത് സൈഡിൽ മാറി ഇവിടെ ചുറ്റും എനിമി ഉണ്ടോ നോക്കി മെല്ലെ അവിടെ കുത്തിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ കുത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ചുറ്റും എനിമി ഉണ്ടാകുന്നൊക്കെ വേണം നമ്മൾ ഫുള്ള് നിരീക്ഷിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ എനിമില്ല അവിടെ കണ്ടപ്പോൾ കയറി എടുത്തിട്ട് നോക്കാൻ കിട്ടിയ അറിയാൻ ചാടിപ്പോയി. പിന്നെ തിരിച്ചറിയുന്നുണ്ട്, ഓള മറ്റവും കൊന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ആടെ ഒരുത്തനൂടി ഉണ്ട്, ഓനെയും കൂടി കയറി അടിച്ചാൽ കളി നമ്മൾ കിട്ടും. അപ്പോൾ ഇവിടെ നിങ്ങളെ തിരിഞ്ഞ ഡെസേർട്ടൊക്കെ എടുത്ത് ചാടി വന്നിട്ടെങ്കിൽ അപ്പോൾ ആടെ ഓനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നോക്കണം, ഇവിടെ നിന്ന് ചാടി അങ്ങനെ കയറി എംട്രോ 2 കുത്തി നടന്നില്ല. ഇവിടെ വന്ന് പറഞ്ഞത് പിന്നെ തോമസ് വെച്ചുകൂടെ മറ്റോ കുമ്മി കഴിച്ച് അത്രയും ഡാമേജ് എടുത്ത് വെച്ചപ്പോൾ മറ്റോനങ്ങ് കുമ്മലാണല്ലോ ഇപ്പോൾ എല്ലാവരും മെയിൻ. അപ്പോൾ ആ കുമ്മി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത റൗണ്ട് ഗൈസ്, അടുത്ത റൗണ്ട്. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ ഇപ്പോൾ 2 റൗണ്ട് എടുത്ത് 2 റൗണ്ട് എടുത്താൽ കളി അടിക്കാം. അപ്പോൾ ഇനി അടുത്ത റൗണ്ടാണ്. ഓക്കെ, വളരെ ടൈറ്റ് മാച്ചാണ്. അപ്പോൾ ഇനി അടുത്ത റൗണ്ട് നമ്മളൊരു M4A1 M3 എടുത്തിട്ടുണ്ട്. M3 നമ്മൾ വിടൂല, M3 സീനാണല്ലോ, എടുക്കെടുക്കാൻ M3 ചില കളിയിലൊക്കെ വരും. അപ്പോൾ M10 എടുത്ത് നമ്മൾ ഈ സൈഡിൽ കൂടിയൊക്കെ കയറി ചെല്ലുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളെ എനിമീസിനൊക്കെ ഫുള്ള് നോക്കി ഇവിടെ വന്ന് കുറച്ചേരം ഇവിടെ ഡിലേ ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കയറി ഈ പുരൻ്റെ അടയ്ക്ക് എനിമി ഉണ്ടോ നോക്കാൻ വേണ്ടിയാണ് ഇവിടെ നമ്മൾ നിന്നത്. അപ്പോൾ ഇവിടെ എനിമില്ല കണ്ടപ്പോൾ നമ്മൾ അങ്ങോട്ട് കയറി. അപ്പോൾ ഓക്കെ, അപ്പോൾ നമുക്ക് ഏത് എനിമി ഡാമേജ് കൊടുക്കുകയാണെങ്കിൽ ട്രാക്കർ പോലീസ് ഓർത്ത് ഇപ്പുറത്തൂടി ഓടി കഴിച്ച് ഓനെ കണ്ടിട്ട് പോലുമില്ല. കണ്ടോ, ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്, ഓനെ കണ്ടിട്ട് പോലുമില്ല. അതാ അങ്ങനെ ഈ പൊരിനകത്ത് കയറിയപ്പോൾ ഇവിടെ ഒരുത്തുണ്ട് നമ്മൾ ടീമിനടിക്കുന്നു. ഓനെ നോക്കാം. ഇപ്പോൾ വേറെ മറ്റേ അന്ന് നമ്മൾ ഫസ്റ്റ് റൗണ്ട് കണ്ട ഓളാ പിന്നെ ഇവിടെ നമ്മൾ ഓലെ ഫിനിഷ് ആക്കാണ്ട് ഇവിടുന്ന് മെഡ് അടിച്ചിരുന്നത്. ഇതിൽ ഒരുത്തന് ടീമിനെ പൊക്കാന്ന് പറഞ്ഞ് കയറി എന്നാൽ കില്ലങ്ങ് എടുക്കാമല്ലോ. കുറേ നേരം അവിടെ കാത്തുനിന്ന് പിന്നെ കാര്യമില്ല വിചാരിച്ചപ്പോൾ എന്താക്കി ഓളങ്ങ് ഫിനിഷാക്കി. ഏകദേശം പിന്നെ ഞാൻ കുറച്ച് നേരം കാത്തുനിന്ന് ഇവളെ അടിക്കാമെന്ന് പിന്നെ ഞാൻ എന്താക്കി വാള വെച്ച് വളയെ ഫിനിഷാക്കി. അവസാനം ഒരു കില്ല് ഒറ്റൊരുത്തനോടി ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചാൽ നമ്മൾ ടീമിൽ 2 മൊണ്ണകൾ അതിൽ നമ്മൾ 2 മൊണ്ണകളുണ്ടെങ്കിൽ ഒരു മൊണ്ണ നോക്കായി. ആ മൊണ്ണനെ പൊക്കാണ്ടി ചെന്നതിന് അപ്പം ഉണ്ടോനാടാ. ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല, കുറച്ച് കുത്തിപ്പിടിച്ച് അങ്ങ് കൊടുത്ത് എട്ടടിക്കാൻ നോക്കിയിട്ട് കയറിയില്ല. ഞാൻ ഒരു സാധനം വലിച്ചെറിയാൻ നിന്ന് ഫ്ലാഷ്. അപ്പോൾ ഇപ്പുറത്തൂടെ കയറിയപ്പോൾ മണ്ടത്തിലാണ്. അപ്പോൾ മോക്കാണ്ടി ഞാൻ എന്താക്കി നേരെ ഈ ജനൽ വഴി അങ്ങ് ചാടി ഏതൊരു കിളി പോകാനായത് നമ്മളെ ഭാഗ്യം. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഒറ്റ കുത്താൻ കൊടുത്ത് നമ്മൾ ടീമിനങ്ങ് പൊക്കുണ്ട്. അപ്പോൾ അവന്മാർ പാവല്ലേ വെറുതെ ജഡ്ജാക്കേണ്ട വിചാരിച്ച് 3 റൗണ്ട് ആയില്ല വിചാരിച്ച് നമ്മൾ എന്താക്കി ആണ് അങ്ങ് ഇതാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ അടുത്ത റൗണ്ടാണ് നമ്മളെ പീക്ക് നമ്മൾ തറവാട്ടിൽ നിന്നുള്ള കളിയാണ്. അപ്പോൾ ഞങ്ങൾക്ക് അറിയാമല്ലോ പഴയ തറവാടൊക്കെ പോയി ഇപ്പം പണ്ടാരെ പീക്കൊക്കെ വലിയൊരു മാൻഷൻ പോലെ ആയിരിക്കുന്നു.
പൊട്ടി പോകുന്ന ഒരു തറവാടായിന് അതിൻ്റെ മുമ്പ് അതിന് മാസം കാണിക്കില്ല ഇപ്പം നടക്കൂലല്ലോ. അതുകൊണ്ട് ഇപ്പോൾ അടുത്ത റൗണ്ടാണ്. ഈ M10 നമ്മൾ 2 മാക്സ് ആക്കിയിട്ടുണ്ട്. M4 M10 കട്ട പവറാണ്. ആ സെറ്റ് കണ്ണാണ് ഈ നിങ്ങൾ കണ്ടോളി ഞാൻ അടിക്കുന്നതൊക്കെ. ഇവിടെ വന്ന് ഇപ്പുറത്തുകൂടി അതൊക്കെ എൻ്റെ മെയിൻ പരിപാടി അങ്ങനെ ഒളിച്ചെന്ന് അടിക്കുക. അതൊക്കെ അങ്ങനെ ഞങ്ങൾ കാണിയില്ല. അങ്ങനെ കയറി ഈസൊക്കെ ഇതിലങ്ങനെ വന്ന് ഇവിടെ അവിടെ എനിമീനെ കണ്ട് ഇവിടുന്ന് കുറച്ച് നേരം കുത്തിരുന്ന് അപ്പോൾ മെറ്റോനെ അടിക്കാൻ നോക്കി. ഒന്ന് ജസ്റ്റ് ന്യൂബ് വാക്ക് എടുത്ത് ഇങ്ങോട്ട് മാറുന്ന കൊടുത്തോ കണ്ടോ ജസ്റ്റ് ഇങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നല്ല അടി അടിച്ച് ഓക്കെ. അവിടെ ഒറ്റൊരു തന്നെ നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ചാൽ കാണാം അവിടെ ഒരാളും ഇല്ല. അപ്പോൾ എൻ്റെ ടീമിനോട് ഡിമിത്രിട്ട് ഒരു മൊണ്ണനെ പൊക്കിയതായിരുന്നു. നോക്കുമ്പോൾ വൈദ്യുതി 3 ആണ്. അതിൽ ഒരുത്തനാ നോക്കിട്ട് ഞാൻ നേരത്തെ നോക്കിയിട്ടാണ് തന്നെ പിന്നെ ഞാൻ നോക്കിയിട്ടുണ്ട്. അവന്മാർ പൊക്കിയതാണ്. ഇവിടെ വേറെ മൊണ്ണകൾ അവന്മാർക്ക് ശരിക്കും പറഞ്ഞാൽ ഈ 2 മതിലിൻ്റെ ഒരു ഗ്ലൂ ഇട്ടാൽ മതി. അത്ര തീരാളെ പ്രശ്നമാണ്. എന്നിട്ടും ഇവിടെ കിടന്ന് അവന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കി. ഇവിടുന്ന് ആ ദേവ് എന്ന് പറഞ്ഞാൽ തന്നെ ത്രിബിൾ ടേക്കിനും അടിച്ചിട്ടുണ്ട്. നൈസ് കളിയാണ് ചെക്ക് കളിക്കുന്നത്. ഇവനാ 2 നേട്ടാ നോക്കിയിട്ടിക്കണി റേസൊക്കെ. അടുത്ത കട്ടാലിസ്റ്റിലാണ്. ഓക്കെ അപ്പോൾ കട്ടാലിസ്റ്റിൽ നമുക്കൊരു MP40 എടുക്കാനുള്ള പൈസ ഉള്ളൂ. MP40 എടുത്ത് മെസ്സ് കാണിക്കാന്നൊക്കെ വിചാരിച്ചതിന് ഇവിടെ കിടന്ന് പൊട്ടിച്ചാണ്. അതൊക്കെ മെയിനാണല്ലോ. അങ്ങനെ ഇവിടെ എന്താക്കി ഇവിടെ ഞങ്ങൾ എൻ്റെ ടീമിനെയും ഈ മൊണ്ണനെയും കൂട്ടി നമ്മൾ ഈ സൈഡിൽ കൂടി പോകേണ്ടി ഇവനെ കൂട്ടിയതാണ് നമ്മൾ ഏറ്റവും വലിയ മണ്ടത്തരം. ചുരുക്കി പറഞ്ഞാൽ അവന്മാരൊക്കെ കൂടി ഓരോ തൊള്ളയിൽ പോകുന്നു. ഞാൻ മാത്രം കളിച്ചു അവന്മാരെ എടുക്കുന്നത്. അതാ ടീം ഉണ്ടെങ്കിൽ കണ്ടാൽ നോക്കാം. ഈസൊക്കെ കില്ല് കണ്ടോളൂ. 6 കില്ലെടുത്ത് കണ്ട് ഞാൻ. പിന്നെ ബാക്കി ടീമുള്ള 3-2-1 എടുത്തത്. ഈസ് ഇനി ഇവിടെയുള്ള കളി ഇവിടുന്ന് ഒരുത്തനെ സ്പോട്ട് ചെയ്തിരിക്കണം. ഓൻ അങ്ങോട്ട് കയറിയിരിക്കുന്നു. ഇനി ഓൻ അടിക്കാൻ വേണ്ടിക്കാണ് ലോങ് റേഞ്ച് കണ്ടില്ല. എന്നാൽ ന്യൂബാക്കെടുത്ത് ഹെഡ് അടിക്കാനും കാര്യമല്ല. എന്നാൽ അവിടെ കുറച്ച് നേരം കുത്തിരുന്ന് അവന്മാർക്ക് കുറേ അടിയൊക്കെ ഉണ്ട്. പുറത്തുള്ള കുറച്ച് അടിയുണ്ട്. കുറച്ച് ഹീലാക്കുന്ന പോലും ഇല്ല. കേസുകൾ കണ്ടോ കുറഞ്ഞ ന്യൂബന്മാരാ. അതുതാ ഹീറോയ്ക്ക് അടിക്കാൻ കയറുകയാണ്. ഓക്കെ അല്ല സോറി മാസ്റ്റർ അടിക്കാനുള്ള കളിയാണ്. ഓക്കെ മാസ്റ്റർ വെച്ചാൽ അങ്ങനല്ലേ ഒരു മാസ്റ്റർക്ക് പുഷ് ചെയ്യുന്ന കളിയാണ്. ടീമായിട്ട് കൂട്ടുകാരെല്ലാം ഈ ചെക്കന്മാരൊക്കെ പോയി. ഇവിടെ നല്ല കുത്തുണ്ട്. ഓമാർക്കാണ് ഡിമിത്രി വരെ ഇട്ട് കൊടുത്ത് ഓമാർ 2 പൊങ്ങുന്നുണ്ട്. ഓക്കെ ടീമുകൾ ഒരുത്തം അങ്ങ് അപ്പുറത്ത് പോയി ചത്തത്. ഓക്കെ ഞാൻ കുത്തിയപ്പോൾ 3 ആളുണ്ട്. ഇപ്പോൾ 3 ആൾ സെറ്റായി. ഇനിയിപ്പോൾ നമ്മൾ 3 ആൾ കൂടി കയറി അടിക്കാനുള്ളൊരു ഇതിലാണ് ഞാൻ നിൽക്കുന്നത്. ഇനി ഓമാരിപ്പം ഉണ്ടല്ലോ. ഇനി ഓമാരൊക്കെ പല കാലിനെ സെറ്റാക്കി അടിച്ച് ഇനി ഓമാരെ 3 നമ്മളെ 3 സെറ്റാക്കാതെ വിചാരിച്ച് ഞാൻ നിന്നാ. ഇവിടെ ചാടി ലൂട്ട് ഒരുത്തന്നെ മേത്തന്ന് കുത്തും. സൈഡിൽ കൂടി ഒരുത്തം കൊന്നപ്പോൾ ഓനെ കൊന്നിട്ടുണ്ട്. ഓക്കെ അപ്പോൾ വേറൊരുത്തന്നെ മേത്തന്നാണ് തല കാണിക്കുന്നത്. നമ്മളൊരു ഫ്ലാഷല്ല ഗ്രനേഡ് വലിച്ചിട്ടാണ്. ഓക്കെ ഗ്രനേഡ് കറക്റ്റ് ഓൻ്റെ മണ്ടേ കയ്യിൽ ലൂട്ട് പോയി കയ്യിൽ നിന്ന് പോയി. നോക്കുമ്പോൾ നമ്മുടെ ടീമിൽ 2 പേരും ഇവിടെ നോക്കായി വീണിട്ടുണ്ട്. ഓക്കെ അപ്പോൾ ഈ 2 പേരെ കൊണ്ട് വല്ലാണ്ട് തയ്ക്കുന്ന കേസ്. ഓക്കെ എവിടെ ഒരുത്തിതാ ഇവിടെ ഈലങ്ങനെ അതിൻ്റെ ഇടയിൽ ഫ്ലാഷും ഉണ്ടായി. ഓളെ നോക്കാക്കി ഗ്ലൂ ഇട്ടപ്പോൾ കയ്യിലുള്ള ഗ്ലൂവേ തീർന്നു. പിന്നെ ഗ്ലൂ ഉണ്ട് എന്ന് വിചാരിച്ചാണ് ഞാൻ അങ്ങോട്ടൊക്കെ കയറിയത്. ഓക്കെ ഗ്ലൂ ഇല്ലാണ്ട് ഇപ്പോഴാണ് മനസ്സിലായത്. ഓക്കെ ആ സാധനം ഇട്ട് കുറച്ച് ഡാമേജ് കൊള്ളണമല്ലോ. അല്ലാണ്ട് കവർ എടുത്താലും കൊള്ളിനെ അടിച്ച് കൊല്ലും. കുറച്ച് നേരം ഇവിടെ വെയിറ്റ് ചെയ്ത് അടിച്ച്. ഓക്കെ അപ്പോൾ അവിടെ ചാടി നേരെ വണ്ടിക്ക് അടിച്ചാൽ മതിയായിരുന്നു. പിന്നെ ഇച്ചിരി അങ്ങോട്ട് മാറി ഞാൻ ഫ്ലാഷ് കളിച്ചങ്ങ് കയറി നടന്നില്ല. ഓക്കെ ഇപ്പുറത്തൂടി ഓൾ വരാൻ വെച്ചാൽ M4 എടുത്തിട്ട്. ഓക്കെ M4 എടുത്ത് ഇവിടെ കുറച്ച് നേരം നിന്ന് നോക്കി. അപ്പോൾ ഇവിടെ നിന്ന് കയ്യിലാണ് ഞാൻ പൈസ ഗ്ലൂ ആളില്ല. അതുകൊണ്ടാണ് റഷ് അടിക്കാമെന്ന്. അങ്ങനെ ഗ്ലൂ ആളിലായിട്ട് റഷ് അടിച്ച് കുറച്ച് സോൺ ഡാമേജും കുറച്ച് MP40 അടി കൊണ്ട് കളി അങ്ങ് എടുത്ത് നോക്കി. അപ്പോൾ കളി നമ്മളങ്ങ് എടുത്ത് വീഡിയോ ചെയ്തപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.